لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 85 സൂക്തങ്ങളുടെ ആശയങ്ങളാണ് നാം ഗ്രഹിച്ചത്. ഇന്ന് നമുക്ക് 86 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تقعدوا بكل صراط توعدون وتصدون عن سبيل الله من آمن به وتبغونها عوجا واذكروا إذ كنتم قليلا فكثركم وانظروا كيف كان عاقبة المفسدين. സൂറത്തുൽ അറാഫിലെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 85 മുതലുള്ള സൂക്തങ്ങളിൽ ആരെക്കുറിച്ചാണ് അള്ളാഹു വിശദീകരിക്കുന്നത്? ശുഐബ് അലൈഹിസ്ലാമിനെയും ശുഐബ് അലൈഹിസ്ലാമിന്റെ പ്രബോധക സമൂഹമായ മദിയൻ നിവാസികളെയും കുറിച്ചാണ്. മറ്റു പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു തആല ആമുഖം പറഞ്ഞു 85-ല്. വ ഇലാ മദിയന അഖാഹും ശുഐബ. മദിയനിലേക്ക് അവരുടെ സഹോദരൻ ശുഐബിനെയും നാം നിയോഗിച്ചു. എന്നിട്ട് ശുഐബ് അലൈഹിസ്ലാം ഏറ്റവും പ്രധാനമായിട്ട് അവതരിപ്പിച്ച വിഷയം എന്താണ്? ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവിൻ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാത്ത ഒരു ഇലാഹും, നിങ്ങൾ വഴിപ്പെടേണ്ട ഒരു സൃഷ്ടാവും ഒരു ഉടമസ്ഥനും ഒരു ശക്തിയും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഖദ് ജാഅത്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, ഇതാ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ബയ്യിന, വ്യക്തമായ ദൃഷ്ടാന്തം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാ ഈ പ്രവാചകൻ വന്നു, അതേപോലെ തന്നെ പ്രവാചകരിലൂടെയുള്ള ദൃഷ്ടാന്തങ്ങളും അവതരിച്ചു. ഈ പ്രപഞ്ചം തന്നെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് അവരിൽ നിലനിന്നിരുന്ന ഏറ്റവും ഗുരുതരമായ സാമൂഹിക തിന്മയെക്കുറിച്ച് പറയാണ്. എന്താണ്? അവര് സാമ്പത്തിക അതിക്രമങ്ങൾ ചെയ്തിരുന്നു. അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിച്ചിരുന്ന കച്ചവടക്കാരായിരുന്നു അവര്. അതിനാൽ ഫഔഫുൽ കൈല വൽ മീസാൻ, അളവ് തൂക്കങ്ങളിൽ പൂർണ്ണത കാണിക്കുവിൻ നിങ്ങൾ. വലാ തുബ്ഖസുന്നാസ അശ്യാഅഹും, ജനങ്ങൾക്ക് അവരുടെ ചരക്കുകളിൽ അവരുടെ വസ്തുക്കളില് കുറവ് വരുത്താതിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്താല് എന്താകും? ഈ നാട് മൊത്തം ഫസാദായി പോകും. വലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഈ ഭൂമിയിൽ, ഈ നാട്ടിൽ, നിങ്ങളുടെ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹ, അല്ലാഹു തആല അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കി സംസ്കരിച്ചിരിക്കുകയാണ്. അഥവാ ഈ നാട് ശുദ്ധ പ്രകൃതിയുള്ള നാടാണ്. ഈ നാട്ടിൽ നിങ്ങളായിട്ട് ഇങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യം കാണിച്ചിട്ട് കുഴപ്പമുണ്ടാക്കരുത്. ഇപ്പൊ വലിയ ആശയങ്ങളുണ്ട് ഈ ആയത്തിൽ, അല്ലെ? നമ്മൾ മനസ്സിലാക്കിയതാണ്. നമ്മുടെ നാട്ടിൽ ഇബാദത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ് എപ്പോഴും. ഇബാദത്ത് ആരാധന മാത്രമാണ്, ഇബാദത്ത് പ്രാർത്ഥന മാത്രമാണ്, അതൊരു ആത്മീയമായ അനുഭൂതി കിട്ടുന്ന കാര്യം മാത്രമാണ് എന്ന രൂപത്തിൽ ഇബാദത്തിനെ പരിമിതപ്പെടുത്തി. ഇവിടെ നോക്കൂ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ശുഐബ് അലൈഹിസ്സലാം ആ ജനതയോട് പിന്നെ എന്താ പറയുന്നത്? നിങ്ങൾ അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കരുത്. കണ്ടോ? അപ്പോ വിശ്വാസി സമൂഹം ശരിക്കും നാട്ടില് സാമ്പത്തിക അതിക്രമം നടക്കുന്നു,
പലിശ ഇടപാട് നടക്കുന്നു, കൈക്കൂലി നടക്കുന്നു, അളവ് തൂക്കങ്ങളിൽ കൃത്രിമം, അതുപോലെ നമ്മുടെ ഭക്ഷ്യവിഭവങ്ങളിൽ പോലും മായം കലർത്തുന്നു, അല്ലെ? ഇതൊക്കെയാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാത്തിലും മായമാണ്, വ്യാജമാണ്, അതേപോലെ പോയിസണാണ്, വിഷമയമാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾ. ഇതിനൊക്കെ എതിരില് വിശ്വാസി സമൂഹം ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ഗവൺമെന്റ് നോക്കിക്കൊള്ളൂല്ലേ. പക്ഷെ നമ്മൾ ഇന്ന് ഭരണകൂടങ്ങളിൽ പോലും വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്, അല്ലെ? കാരണം ഭരണകൂടങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഭരിക്കുന്ന ആളുകളെ പോലും ഈ കച്ചവടക്കാര് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അല്ലാഹു തആല ഇബാദത്തിന്റെ ഭാഗം തന്നെയാണ് സാമൂഹിക ഇടപെടലുകൾ എന്ന് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഇപ്പോഴും അത് ഉൾക്കൊള്ളാത്തത്? അപ്പൊ ഇത്തരത്തില് സമൂഹത്തിൽ അതിക്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരിൽ ആരെങ്കിലും തെരുവിലിറങ്ങി സിന്ദാബാദ് വിളിച്ചാൽ ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് മുസ്ലിം സമൂഹത്തിൽ ഇപ്പോഴും ഭൂരിപക്ഷം എന്നുള്ളതാണ്. അതിനാൽ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ ഇസ്ലാമിനെ എങ്ങനെയാണ് സമൂഹ മധ്യത്തിൽ സമർപ്പിച്ചത് എന്ന ഗൗരവപ്പെട്ട വിഷയം നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് 86-ാമത്തെ ആയത്ത്, അതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു ഉണർത്താണ്. അർത്ഥം ശ്രദ്ധിക്കാം. വലാ തഖഉദു ബികുല്ലി സിറാത്തിൻ തുഇദൂന. വലാ തഖഉദു, ഖഅദ എന്താണ്? ഇരുന്നു എന്നാണ്. ഖഅദ യഖഉദു. നമ്മൾ നിസ്കാരത്തെ കുറിച്ച്, അള്ളാഹു ദിക്ർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ, അല്ലെ? ഖിയാമൻ നിന്നുകൊണ്ട് അള്ളാഹു ദിക്ർ ചെയ്യുക, ഖുഊദ് ഇരുന്നു കൊണ്ട് എന്നാണ്. വഅല ജുനൂബിഹിം കിടന്നവരായിക്കൊണ്ടും. അവിടെ ഖുഊദ് ഖഅദയുമായി ബന്ധപ്പെട്ട വാക്കാണ്. വലാ തഖഉദു, നിങ്ങൾ ഇരിക്കരുത്, അഥവാ നിങ്ങൾ കുത്തിയിരിപ്പ് അവസാനിപ്പിക്കണം. എവിടെ? ബിക്കുല്ലി സിറാത്തിൻ, എല്ലാ വഴികളിലും. സിറാത്ത് മാർഗം, വഴി എന്നൊക്കെയാണല്ലോ. സൂറത്തുൽ ഫാത്തിഹയിൽ സിറാത്തുൽ മുസ്തഖീം ഉണ്ട്, അല്ലെ? ചൊവ്വായ മാർഗം. ബിക്കുല്ലി സിറാത്തിൻ, എല്ലാ ഓരോ വഴികളിലും, അഥവാ വഴികൾ തോറും കുത്തിയിരിക്കുന്ന നിങ്ങളുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾ അവസാനിപ്പിക്കണം. എന്തിനാണ്? തുഇദൂൻ, നിങ്ങൾ ഭയപ്പെടുത്തുന്നു, വിരട്ടുന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു. വഅദ യഇദു, വാഗ്ദത്തം ചെയ്തു, താക്കീത് ചെയ്തു എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഔഅദ യുഇദു, ഭീഷണിപ്പെടുത്തി എന്നാണ് വരുന്നത്. വതസുദ്ദൂന, നിങ്ങൾ തടയുകയും ചെയ്യുന്നു. സദ്ദ യസുദ്ദു അൻ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തെ തടയുന്നു. ആരെ തടയുന്നത്? മൻ ആമന ബിഹി, അവനിൽ വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തെ നിങ്ങൾ തടയുന്നു. വതബഗൂനഹ ഇവജ, ബഗ എന്താണ്? ബഗ, നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ തേടുന്നു. ഇവജൻ, വക്രത. വതബഗൂനഹ ഇവജ, അതിനെ അഥവാ അള്ളാഹുവിന്റെ മാർഗത്തെ വക്രതയുള്ളതാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു, അല്ലെ? ഇതാണ് പിന്നെ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. വദ്കുറു, നിങ്ങൾ ഓർക്കണം. ഇദ് കുന്തും ഖലീലൻ, നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നു. എണ്ണത്തിൽ നിങ്ങൾ കുറവായിരുന്നു. ഫകസ്സറക്കും, അവൻ അള്ളാഹുവാണ് നിങ്ങളെ ധാരാളമായിട്ട് ഭൂമിയിൽ വ്യാപിപ്പിച്ചത്, നിങ്ങളെ പെരുപ്പിച്ചത്, നിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് അള്ളാഹുവാണ്. വന്ദുറു, അതിനാൽ നിങ്ങൾ നോക്കണം, ചിന്തിക്കണം. കൈഫക്കാന, എങ്ങനെയായിരുന്നുവെന്ന്. ആഖിബത്ത്, പര്യവസാനം. അൽ മുഫ്സിദീൻ, കുഴപ്പക്കാരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു. ഭൂമിയിൽ നാശമുണ്ടാക്കിയ ആളുകളുടെ ഒടുക്കം എങ്ങനെയായിരുന്നു എന്ന് കണ്ണ് തുറന്ന് നിങ്ങൾ കാണണം. കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? ഷുഐബ് അലൈഹിസ്സലാം അവരോട് പറയുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ് ഇത്. നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങൾ ഔഫുൽ കൈല വൽ മീസാൻ, നിങ്ങൾ അളവ് തൂക്കങ്ങളില് കൃത്രിമം കാണിക്കരുത്, പൂർണ്ണത കാണിക്കണം. ജനങ്ങൾക്ക് നിങ്ങൾ അവരുടെ വസ്തുക്കൾ പൂർണ്ണമായിട്ട് നൽകണം. നിങ്ങളായിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്, അല്ലെ? ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ദൈവവിശ്വാസികൾ ആണെങ്കിൽ നിങ്ങൾ
അങ്ങനെയൊക്കെ ആവണം എന്ന് പറഞ്ഞു. അതിന് തുടർച്ചയായിട്ട് പിന്നെ അവരിലുള്ള ഒരു സാമ്പത്തിക അതിക്രമമാണ്, അവര് വഴിയോരങ്ങളിൽ ഇരുന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്തിനാ ഭീഷണിപ്പെടുത്തിയത്? അവർ വഴിക്കൊള്ളക്കാരായി മാറിയിരുന്നു എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, വഴിയിലിരുന്നിട്ട് അതുവഴി കടന്നു പോകുന്ന യാത്രക്കാരെ, പ്രത്യേകിച്ച് കച്ചവട സംഘങ്ങളുണ്ടല്ലോ, ഇന്നത്തെ പോലെയല്ല, അന്ന് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ നടന്നും അല്ലാതെയൊക്കെയാണ് കച്ചവട ചരക്കുകളായിട്ട് സഞ്ചരിക്കുന്നത് മരുഭൂമിയിൽ. അപ്പൊ അങ്ങനെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ മദിയൻ എന്ന പ്രദേശം ശരിക്കും ഒരു കച്ചവടക്കാരുടെ ഹബ്ബായിരുന്നു എന്ന് പറയുന്നു. അവിടെ വലിയൊരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു അത്ര. അതുവഴി ആളുകൾ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പോ അവിടെ ആളുകൾ പിന്നെ വിശ്രമിക്കാനും അതുപോലെ കച്ചവടം നടത്താനൊക്കെ വേണ്ടിയിട്ട് സംഘടിക്കുമ്പോൾ അവര് വഴിക്കൊള്ള നടത്തുക എന്നതായിരുന്നു ഇവർ ചെയ്തിരുന്നത്. കച്ചവട സംഘങ്ങളെ ഭീഷണിപ്പെടുത്തും, കൊള്ള ചെയ്യും, തുച്ഛ വിലക്ക് അവരുടെ ചരക്കുകൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കും, അവരുടെ നാണയം കള്ള നാണയമാണ് എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പറിക്കാൻ ശ്രമിക്കും. ഇങ്ങനെയൊക്കെ പല പരിപാടിയും അവർ നടത്തിയിരുന്നു എന്നാണ്. അതാണ് വലാ തഖഉദു ബികുല്ലി സിറാത്തിൻ തുഇദൂന എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ കാണുന്നില്ലേ, സ്വർണത്തിനൊക്കെ വില കൂടിയപ്പോൾ ആളുകൾ ബൈക്കിൽ വന്ന് സ്വർണമാല തട്ടിപ്പറിച്ചോടുന്നു. ഇങ്ങനെയൊക്കെയുള്ള കൊലയും അതിക്രമങ്ങളൊക്കെ നാട്ടിൽ കാണാൻ പറ്റും. സമൂഹം അധപ്പതിക്കുമ്പോഴാണ് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകുന്നത്. രണ്ടാമത്തെ എന്താണ്? വതസുദ്ദൂന അൻ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തെ തടയരുത്. ആർക്ക്? മൻ ആമന ബിഹി, അവനിൽ വിശ്വസിക്കുന്നവർക്ക്. വതബഊനഹ ഇവജ, മൂന്നാമത്തേത് അതിനെ, ആ ദൈവികമായ മാർഗത്തെ നിങ്ങൾ വക്രമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. മൂന്ന് കാര്യങ്ങളായി അല്ലെ. ഒന്നാമത്തേത് വഴിക്കൊള്ളയാണ്, രണ്ടാമത്തേത് അതിനേക്കാൾ ഗുരുതരാണ്, വതസുദ്ദൂന അൻ സബീലില്ലാഹി മൻ ആമന ബിഹി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ അവന്റെ മാർഗത്തിൽ നിന്ന് തടയാൻ ശ്രമിക്കാം. അത് വളരെ ഗുരുതരമല്ലേ. അപ്പൊ ഒന്നാമത്തേത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ കുറിച്ചാണെങ്കിൽ രണ്ടാമത്തേത് വിശ്വാസ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഒരാൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഉണ്ടല്ലോ. പക്ഷെ ഇന്ന് അതുപോലും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു, ആരാധന നിർവഹിക്കുന്ന ആളുകൾ ആക്രമിക്കപ്പെടുന്നു, അവർക്കുമേൽ അന്യായമായിട്ട് കേസ് ചുമത്തപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അതിഗുരുതരമാണ്, മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് അല്ലാഹു തആല ശുഐബ് അലൈഹിസ്സലാമിലൂടെ ആ ജനതയെ ഉണർത്താൻ. ഇപ്പൊ രണ്ടാമത്തേത് വതസുദ്ദൂന അൻ സബീലില്ലാഹി മൻ ആമന ബിഹി, മനുഷ്യന്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ അതിനുമേലാണ് നിങ്ങൾ കൈവക്കുന്നത് എന്ന് പറയുന്നു. വതബഊനഹ ഇവജ, മൂന്നാമത്തെ എന്താണ്? അതിനെ നിങ്ങൾ വക്രതയുള്ളതാക്കിയിട്ട് മാറ്റുന്നു. സന്മാർഗത്തെ വക്രതയുള്ളതായിട്ട് അവതരിപ്പിക്കാം. വതബഊനഹ, ഹിദായത്താണ്, ആ ഹിദായത്തിനെ വലാലത്തായിട്ട് അവതരിപ്പിക്കാം. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമോഫോബിയ, ഇസ്ലാം പേടി സൃഷ്ടിക്കുക, എന്നിട്ട് ഇസ്ലാമിനെ അന്യവൽക്കരിക്കുക, ഇത് വേറെ എന്തോ ഒന്നാണ് എന്ന് വരുത്തി തീർക്കുക, ഭീകരവാദവും തീവ്രവാദവും ചുമത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താ ചർച്ച? യഥാർത്ഥത്തിൽ എന്താ ചർച്ചയാവേണ്ടത്? ആ മണ്ഡലത്തില് ശരിക്കും കഴിഞ്ഞ പ്രതിനിധി അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ, അത് എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ട്, എന്തുകൊണ്ട് നടന്നില്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കുഴപ്പമാണോ, ജനപ്രതിനിധിയുടെ കുഴപ്പമാണോ, അവിടുത്തെ റോഡുകളും പാലങ്ങളും അതുപോലെ ദരിദ്രരായ ആളുകൾക്കുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ഇതൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടോ? നികുതി നൽകുന്നവന് അവൻ നൽകുന്ന നികുതി പണത്തിന് തുല്യമായിട്ട് അയാളുടെ അവകാശം അയാൾക്ക് ലഭിക്കുന്നുണ്ടോ? ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ടോ? ഇതൊക്കെയല്ലേ ചർച്ചയാവേണ്ടത്. പക്ഷെ അവിടെ എന്താ ചർച്ച? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട് വർഗീയവൽക്കരിക്കപ്പെടുകയാണ്, വല്ലാതെ ധ്രുവീകരിക്കപ്പെടുകയാണ്, മനുഷ്യനെയും അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സാമൂഹിക സേവന പ്രവർത്തനങ്ങളും നന്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുഐബ് അലൈഹി ഇസ്ലാമിനെ പോലെ സമൂഹത്തെ നന്മയിലേക്ക് വഴി നടത്താൻ ശ്രമിക്കുന്ന ഒരു സംഘത്തെ അവർ ഭീകരന്മാരാണ്, തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ട്
ആകെ കുളങ്കലക്കി മീൻ പിടിക്കുന്ന ഏർപ്പാടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? നമ്മുടെ നാട്ടിലെ വലിയ വലിയ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയൊക്കെ കാവലാളുകളായിട്ട് മാറിയിട്ടുള്ള പല പാർട്ടികളുടെ നേതാക്കന്മാര് എത്ര അല്പത്തത്തിന്റെ വാക്കുകളാണ് പറയുന്നത് അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ആരുടെ പക്ഷത്താണ് സത്യം? ആരാണ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ടോ? നിങ്ങള് ഈ സത്യമാർഗത്തെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് താൽക്കാലികമായിട്ട് ഇപ്പൊ ഒരു മെമ്പർ ജയിച്ചു വന്നാൽ അയാൾ എന്താ ചെയ്യുക അല്ലേ? അയാൾക്ക് എന്തൊക്കെ പരിമിതികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരാള്, അതും താൽക്കാലികമായിട്ട്, അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, അതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു കാലഘട്ടത്തിന്റെ ഒരു വിഷയമാണിത്. അത് ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് കൊണ്ടുവന്ന് സമൂഹത്തെ വിഡ്ഢികളാക്കി മാറ്റല്ലേ? വോട്ടർമാരുടെ അവകാശത്തെ ചൂഷണം ചെയ്യാനുള്ള ശ്രമമാണ്. അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ഇങ്ങനെയുള്ള അനാവശ്യ ചർച്ചകൾ പെരുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും ഇന്നും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം സമൂഹത്തില് ഈ പറഞ്ഞതൊക്കെ നമ്മുടെ നാട്ടിലും ഇല്ലേ? ഉണ്ട്. അളവ് തൂക്കങ്ങളിൽ കൃത്രിമമുണ്ട്, പാക്കറ്റ് ചരക്കുകളിൽ, ഫുഡില് അതിലൊക്കെ മായം കലർന്നിരിക്കുന്നു, അതില് അളവ് തൂക്കത്തിന്റെ കൃത്രിമമുണ്ട്, പാലിൽ പോലും പച്ചക്കറിയിലും ഒക്കെ മായമുണ്ട്, മത്സ്യത്തിലുണ്ട് വിഷം. ഇങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മണ്ഡലത്തിൽ എന്താണ് നമ്മുടെ പ്രതിനിധി ചെയ്തത്? ഒരു ചർച്ച ആയിക്കൂടെ? ഒരു ചർച്ചയില്ല. മറിച്ച് സമൂഹം വിശ്വസിച്ചിരിക്കുന്ന മഹത്തായ ഒരു ആദർശത്തെ, ഒരു പ്രസ്ഥാനത്തെ, അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ കുതന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലെ? ഒരു പെറ്റി കേസിൽ പോലും പെടാത്ത, ഒരുവിധ അക്രമത്തിനും പങ്കാളിയാവാത്ത ഒരു ആദർശ സംഘത്തെ തീവ്രവാദ മുദ്രകുത്തി മാറ്റി നിർത്തുകയാണ്. അതേസമയം മറുപക്ഷത്തോ എത്രയോ കൊലപാതകങ്ങളുടെ പട്ടികയുണ്ട്. അതൊക്കെ രാഷ്ട്രീയ കൊലപാതകമല്ലേ, അത് സ്വാഭാവികമല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാൻ ശ്രമിക്കാം. ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ഷുഐബ് അലൈഹിസ്സലാം ഇത് തന്നെ ചോദിക്കുന്നത്, ഇത് തന്നെ അവരോട് പറയുന്നു. വലാ തഖഉദു ബികുല്ലി സിറാത്തിൻ തുഇദൂന, നിങ്ങൾ ഇങ്ങനെ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാട് നിർത്തണം. വതസുദ്ദൂന അൻ സബീലില്ലാഹി മൻ ആമന ബിഹി, സത്യവിശ്വാസത്തെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ കളികൾ അവസാനിപ്പിക്കണം. സമൂഹത്തെ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കേവല ഭൗതികതയിലേക്ക് കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. എന്തൊക്കെ അന്യായങ്ങളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിനോടൊക്കെ പ്രതികരിക്കണം. ഈ സത്യത്തെ വക്രീകരിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസാനിപ്പിക്കണം. തുടർന്ന് അവരോട് പറഞ്ഞത്, ഷുഐബ് അലൈഹിസ്സലാം മദ്യൻ നിവാസികളോട് പറഞ്ഞത്, നിങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു, ഫകസ്സറക്കും, അവനാണ്, അള്ളാഹു ആണ് നിങ്ങളുടെ എണ്ണം പെരുപ്പിച്ചത്. നിങ്ങളൊരു ന്യൂനപക്ഷമായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ ഒരു സംഘം അല്ലെ? ആ സംഘമാകുന്ന നിങ്ങൾ പെറ്റുപെരുകിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലാണ് എന്ന് പറയാണ് അള്ളാഹു ഷുഐബ് അലൈഹിസ്സലാമിലൂടെ. അതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ ആലോചിക്കുമ്പോൾ വലിയ ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ നിശ്ചയത്താലാണ്. ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും, ഒരു വാപ്പയിൽ നിന്നും ഒരു ഉമ്മയിൽ നിന്നും ആരംഭിച്ച സമൂഹം റിജാലൻ കസീറൻ വനിസാഅ, സൂറത്തു നിസായില് 1-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നില്ലേ? അങ്ങനെ ധാരാളം ആണും പെണ്ണുമായിട്ട് ഭൂമിയിൽ മനുഷ്യര് പെരുകി വ്യാപിച്ചു. മദ്യൻ നിവാസികളെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ചരിത്രം പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഒരു പുത്രനാണല്ലോ മിദ്യാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മൂന്നാമതൊരു പത്നി ആരാണ്? സാറയും ഹാജറും അല്ലാത്ത മൂന്നാമത്തെ പത്നിയായിരുന്നു ഖാത്തൂറ. ഖാത്തൂറ എന്ന പത്നിയില് ജനിച്ച മകനാണ് മിദ്യാൻ. ആ മിദ്യാൻ ലൂത്ത് നബിയുടെ പുത്രി റഇയയെ വിവാഹം ചെയ്തു. റഇയ എന്ന മകളെ വിവാഹം ചെയ്തുവെന്നും അവരിൽ ധാരാളം മക്കൾ ഉണ്ടായെന്നുമാണ് ഒരു നിവേദനം. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഏതായാലും മുഫസ്സിറുകൾ അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്.
അപ്പൊ അങ്ങനെയാണ് അവർ പെറ്റുപെരുകിയത് എന്നാ പറയുന്നത്. അപ്പോ എന്താണ് മനുഷ്യന്റെ യഥാർത്ഥ ശക്തിയും സമ്പത്തും എന്താണ് എന്ന് ചോദിച്ചാൽ മാനവ വിഭവശേഷിയാണ്, അല്ലെ? ജനസാന്ദ്രതയാണ്, അല്ലെങ്കിൽ മനുഷ്യ ശേഷിയാണ് ഏറ്റവും വലിയ ശേഷി. അതില്ലെങ്കിൽ പിന്നെ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഉപയോഗിക്കാൻ ആളുണ്ടാവില്ല. വലിയ വലിയ സമ്പന്ന രാഷ്ട്രങ്ങൾ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ ഒരു ഘട്ടത്തില് ഈ കുടുംബാസൂത്രണം ശക്തമായിട്ട് നടപ്പാക്കി. പിന്നെ മക്കൾ വേണ്ട, ഉണ്ടെങ്കിൽ ഒരെണ്ണം മതി എന്നുള്ള രൂപത്തിൽ. പക്ഷെ പിന്നീട് മനസ്സിലാകുന്നത് ജനസംഖ്യ കുറഞ്ഞു, മനുഷ്യ വിഭവശേഷി കുറയുമ്പോൾ അത് സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് മക്കൾ ഉണ്ടാകുന്നവർക്ക് പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കാൻ. അങ്ങനെയാണ് ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ സംഭവിക്കുന്നത്. മുസ്ലിം ഉമ്മ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ഈ മനുഷ്യ വിഭവശേഷി കൊണ്ട് തന്നെയാണ്. ഫലസ്തീനിലൊക്കെ മക്കളെ കൊന്നൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കുഞ്ഞുങ്ങളാണ് പിന്നീട് അടുത്ത തലമുറയായിട്ട് വരാൻ പോകുന്നത്. മക്കളെ പ്രസവിക്കുക എന്നത് അവിടെ ശരിക്കും ഒരു പ്രതിരോധ പ്രവർത്തനമായിട്ട് അവിടുത്തെ ഉമ്മമാര് കണ്ടു എന്നുള്ളതാണ്. അതിനാൽ അള്ളാഹു തആല ഇവിടെ ഇവരെ ഉണർത്തുന്നത്, നിങ്ങൾ ചെറിയൊരു ന്യൂനപക്ഷ സംഘമായിരുന്നു, ആ നിങ്ങളെ ഫക്കസ്സറക്കും, അള്ളാഹു തആലയാണ് നിങ്ങളെ ഭൂമിയിൽ വ്യാപിപ്പിച്ചത് എന്നാണ്. ഖലീൽ, നിങ്ങൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വദ്കുറു ഇദ് കുന്തും ഖലീലൻ, നിങ്ങൾ കുറച്ചായിരുന്നു എന്നതിന് എണ്ണത്തിലെ കുറവാണ് എന്ന ഉദ്ദേശമുണ്ട്. മറ്റൊന്ന് എന്താണ്? നിങ്ങൾ ദരിദ്രരായിരുന്നു, നിങ്ങൾ വിഭവശേഷി കുറഞ്ഞവരായിരുന്നു. ഫക്കസ്സറക്കും, അപ്പൊ നിങ്ങളെ അള്ളാഹു തആല സമ്പന്നരാക്കി എന്ന വ്യാഖ്യാനമുണ്ട്. മറ്റൊന്ന് ഖലീൽ എന്നതിന് ദുർബലൻ എന്നാണ്. നിങ്ങൾ അങ്ങേയറ്റം ദുർബലരായിരുന്നു, പിന്നീട് നിങ്ങൾ പ്രബലരായി, നല്ല ശക്തിയുള്ള ആ മേഖലയിലെ കരുത്തുറ്റ ഒരു സമൂഹമായിട്ട് മാറി. അപ്പൊ 3 വ്യാഖ്യാനങ്ങളാണ്. ഒന്ന് എന്താണ്? നിങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു, അപ്പൊ നിങ്ങളെ അള്ളാഹു തആല കൂടുതൽ എണ്ണപ്പെരുപ്പമുള്ളവരാക്കി മാറ്റി. രണ്ടാമത്തേത്, നിങ്ങൾ ദരിദ്രരായിരുന്നു, നിങ്ങളെ അവൻ സമ്പന്നരാക്കി. മൂന്നാമത്തേത്, നിങ്ങൾ ദുർബലരായിരുന്നു, നിങ്ങളെ അവൻ പ്രബലരാക്കി, കരുത്തുള്ളവരാക്കി മാറ്റി എന്നാണ്. ആ ബോധം ഉണ്ടാവണം. അള്ളാഹുവാണ് നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയത് എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. വന്ദുറു കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, എന്നിട്ട് ചരിത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതിനാൽ നിങ്ങൾ നോക്കുവിൻ. എന്താ നോക്കേണ്ടത്? കഴിഞ്ഞ സമൂഹത്തിലൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമുണ്ടാക്കിയ സമൂഹങ്ങൾ, നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം എന്ന് അവരോട് പറയാൻ. അവർക്ക് ബോധ്യമുണ്ടാകുമല്ലോ. നൂഹ് ജനത, അതുപോലെ ആദ് സമൂദ് ജനതകൾ, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതകൾ, ഇവരൊക്കെ നശിപ്പിക്കപ്പെട്ടത് ഈ അറബ് സമൂഹത്തിൽ തന്നെയാണ്, ആ മേഖലയിൽ തന്നെയാണ് എന്നതിനാൽ തീർച്ചയായിട്ടും അവര് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അതിനാൽ നിങ്ങൾ സൂക്ഷിക്കണം, ജാഗ്രതയുള്ളവരാകണം. നിങ്ങളും ഇതേ ഫസാദ് ചെയ്താൽ ഇതേ അവസ്ഥ നിങ്ങൾക്കും വന്നുപെടും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു തആല മുൻ പ്രവാചകന്മാരുടെ സമൂഹങ്ങൾ മുൻനിർത്തിയിട്ട് ഇവിടെ നടത്തുന്നത്. ഇനി 87-ാമത്തെ ആയത്ത് എന്താണ്? ആ സമൂഹത്തിന്റെ പൊതുവായ അവസ്ഥ എന്തായിരുന്നു? അവരിൽ ഒരു വിഭാഗം, മദിയൻ നിവാസികളിൽ ഒരു വിഭാഗം ഷുഐബ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്നു. അതേ സമയത്ത് മറ്റൊരു വിഭാഗം വിശ്വസിക്കാത്തവരാണ്. ഈ 2 കൂട്ടർക്കും എന്താണ് ലഭിക്കാൻ പോകുന്നത്? അവരുടെ 2 കൂട്ടരുടെയും പരലോകാവസ്ഥ എന്തായിരിക്കും എന്ന് ഷുഐബ് അലൈഹി ഇസ്ലാം അവരെ ഉണർത്തുകയാണ് 87-ൽ. وَإِن كَانَ طَائِفَةٌ مِّنكُمْ آمَنُوا بِالَّذِي أُرْسِلَتْ بِهِ وَطَائِفَةٌ لَّمْ يُؤْمِنُوا فاصبروا حتى يحكم الله بيننا وهو خير الحاكمين. وإن كان طائفة منكم آمنوا, وإن എങ്കിൽ, കാന ആണെങ്കിലും, ത്വാഇഫത്തുൻ ഒരു വിഭാഗം, മിൻകും നിങ്ങളിൽ നിന്നുള്ള, ആമനു അവർ വിശ്വസിച്ചു, നിങ്ങളിലെ ഒരു വിഭാഗം വിശ്വസിച്ചുവെങ്കിൽ. എന്തിലാ വിശ്വസിച്ചത്? ബില്ലദീ ഉർസിൽതു ബിഹി, ഞാൻ യാതൊന്നുമായി അയക്കപ്പെട്ടുവോ അതിൽ, ഞാൻ ഏതൊരു സന്ദേശവുമായിട്ടാണോ അയക്കപ്പെട്ടത് അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ശരിയാണ്.
ബില്ലതി ഏതോ ഒന്നില് ഉർസിൽത്തു ഞാൻ അയക്കപ്പെട്ടു ബിഹി അതുമായിട്ട്. നിങ്ങൾ അതിൽ വിശ്വസിച്ച ഒരു വിഭാഗമുണ്ട്. വത്വാഇഫ മറ്റൊരു വിഭാഗത്തിന്റെ അവസ്ഥ എന്താണ്? ലം യുഅ്മിനു അവർ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ മറ്റൊരു വിഭാഗമുണ്ട്. അതിനാൽ ഫസ്ബിറു നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. രണ്ടു കൂട്ടരോടും പറയാണ് കാത്തിരിക്കുവിൻ. ഹത്താ യഹ്കുമല്ലാഹ് അല്ലാഹു തആല വിധി കൽപ്പിക്കുന്നത് വരെ, ബൈനന നമുക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുവോളം നിങ്ങൾ കാത്തിരിക്കുവിൻ. വഹുവ അവൻ അള്ളാഹു ഖൈർ ഉത്തമനാണ്, അൽ ഹാക്കിമീൻ വിധികർത്താക്കളിൽ ഉത്തമനാണ്. അഥവാ അവൻ തന്നെയല്ലോ ഏറ്റവും വിശിഷ്ടനായ വിധികർത്താവ്. അതിനാൽ നമുക്ക് കാത്തിരിക്കാം എന്ന് പറയാണ്. അപ്പൊ സ്വാഭാവികമായും എല്ലാ സമൂഹത്തിലും ഉള്ളതുപോലെ ഇവരും രണ്ട് കക്ഷികളാണ്, അല്ലെ? ഷുഐബ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരാണ് ഒന്ന്, മറ്റേത് വിശ്വസിക്കാത്തവരാണ്. രണ്ടു കൂട്ടരോടും പറയാണ് ഫസ്ബിറു ഹത്താ യഹ്കുമല്ലാഹു ബൈനന, അല്ലാഹു തആല നമുക്കിടയിൽ വിധി കൽപ്പിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കും. അപ്പൊ അത് വിശ്വാസികളോടാണെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശം? വിശ്വാസികൾക്കുള്ള ഒരു സാന്ത്വനമാണ്. വിശ്വാസികൾ അവിടെ സ്വാഭാവികമായിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും, അല്ലെ? അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ, അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാൻ, ആ സംസ്കാരം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒക്കെ പരീക്ഷണങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവും. സത്യനിഷേധികളുടെ ഭീഷണി ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമയോടെ തരണം ചെയ്യണം. അല്ലാഹു തആല വിധി പറയുന്ന ഒരു നാൾ വരും. ഫസ്ബിറു ഹത്താ യഹ്കുമല്ലാഹു ബൈനന. നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. എല്ലാത്തിനും ഒരു അവസരമുണ്ടാകും, ഒരുപക്ഷെ ഈ ഭൂമിയിൽ തന്നെ, അതല്ലെങ്കിൽ നാളെ പരലോകത്തുണ്ടാവും. അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ആലോചിച്ച് നോക്കൂ. ഇസ്രയേൽ എന്ന ആ ക്രൂരനായ ഏകാധിപത്യ രാജ്യമുണ്ടല്ലോ, ആ ക്രൂര ഭരണകൂടം, സിയോണിസ്റ്റ് ഭരണകൂടം, അവര് കാലങ്ങളായിട്ട് ഫലസ്തീനിനെ, ഗസയെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഇപ്പൊ അവരുടെ മേൽ അതിൻ്റെ പ്രതികരണം എന്ന നിലക്ക് തന്നെ പലവിധ ദുരന്തങ്ങളും കൊണ്ടുവരുന്നത് കാണുന്നില്ലേ? 1-2 ദിവസമായിട്ട് ആകെ ബേജാറിലാണ് അവർ. അവരുടെ ഭരണാധികാരി നാടുവിട്ടു പോയെന്നും ബങ്കറിൽ ഒളിച്ചിരിക്കുന്നുവെന്നും പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് സാഹചര്യങ്ങൾ മാറാണ്. അതിനാൽ ഫസ്ബിറു കാത്തിരിക്കൂ, ഹത്താ യഹ്കുമല്ലാഹു ബൈനന അല്ലാഹു തആല നമുക്കിടയിൽ വിധി കൽപ്പിക്കുന്നത് വരെ. ആരാ നമ്മള് എന്ന് പറയുമ്പോൾ ഷുഐബ് അലൈഹി ഇസ്ലാമുണ്ട്, വിശ്വാസി സമൂഹമുണ്ട്, അവിശ്വാസി സമൂഹമുണ്ട്. അല്ലാഹു തആല വിധി കൽപ്പിക്കട്ടെ എന്ന് പറയാൻ. ഇനി ഇതേ കാര്യം അവിശ്വാസികളുമായി ബന്ധിപ്പിച്ച് പറയുമ്പോൾ അവിശ്വാസികൾക്കുള്ള താക്കീതാണ് ഫസ്ബിറു കാത്തിരുന്നോളൂ, ഹത്താ യഹ്കുമല്ലാഹു ബൈനന അള്ളാഹു നമുക്കിടയിൽ പരലോകത്ത് നീതി കൽപ്പിക്കും, വിധി കൽപ്പിക്കും. അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ അവന്റെ ശിക്ഷ ഇറങ്ങിക്കൊണ്ട് നിങ്ങളുടെ നിലപാട് ശരിയല്ല എന്ന് അല്ലാഹു തആല നിങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങൾ സത്യത്തെ തള്ളിക്കളയുന്നത് എന്തിനാണ്? അള്ളാഹുവിനറിയാം നിങ്ങളുടെ ഉദ്ദേശം ഭൗതികമായ താല്പര്യങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതിനാൽ അവന്റെ ശിക്ഷാവിധിക്കായിട്ട് നിങ്ങൾ കാത്തിരുന്നോളൂ എന്നായിരിക്കും ഉദ്ദേശം. വഹുവ ഖൈറുൽ ഹാക്കിമീൻ അവനാണ് ഏറ്റവും ഉത്തമനായ വിധികർത്താവ്. വിധികർത്താക്കളിൽ ഉത്തമൻ എന്നാണ് ഇവിടെ പ്രയോഗം. ഈ ശൈലി ഖുർആനിൽ പലയിടത്തും വരുന്നുണ്ടല്ലോ. അഹ്സനുൽ ഖാലിഖീൻ, അല്ലെ? അഹ്കമുൽ ഹാക്കിമീൻ, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. വിധികർത്താക്കളിൽ ഉത്തമൻ എന്ന് പറയുമ്പോൾ വേറെ വിധികർത്താവ് ഉണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ കോടതികളുണ്ട്, ജഡ്ജിമാരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ വിധിക്ക് പരിമിതികളുണ്ട്. അള്ളാഹുവിന്റെ വിധിയാണ് ഉത്തമമായ വിധി, അല്ലെ? എന്നാണ് ഉദ്ദേശം. അപ്പൊ സൃഷ്ടാക്കളിൽ ഉത്തമൻ എന്ന പ്രയോഗം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അള്ളാഹു ഇല്ലാത്ത സൃഷ്ടാവുണ്ടോ? ഇല്ല. അള്ളാഹു അല്ലാത്ത നിർമ്മാതാക്കളുണ്ട്. കെട്ടിടം പണിയുന്നവര്, ഫർണിച്ചർ നിർമ്മിക്കുന്നവര്, ഡ്രസ്സ് നിർമ്മിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള സകല നിർമ്മാതാക്കളെക്കാളും ഉത്തമനായ സൃഷ്ടികർത്താവ് അള്ളാഹു ആണ് എന്നായിരിക്കും അവിടെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ ഷുഐബ് അലൈഹി സ്വലാം കാര്യം പറഞ്ഞു, അല്ലെ? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതാ നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമായിട്ട് ഒരു പ്രവാചകനും മുഅ്ജിസത്തുകളും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന തിന്മകളെ കുറിച്ച് പറഞ്ഞു.
അള്ളാഹുവിന്റെ വിധി വരുന്നത് വരെ കാത്തിരിക്കണം എന്ന പരലോകത്തെക്കുറിച്ച് പറഞ്ഞു. ആ സമൂഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? അതാണ് 88-ാമത്തെ ആയത്ത്. قال الملأ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا والذين آمنوا معك من قريتنا أو لتعودن في ملتنا قال أولو كنا كارهين. قال പ്രതികരിക്കുകയാണ്. ആര്? അൽ മല, പ്രമാണിമാര് പ്രതികരിക്കുന്നു. അല്ലദീന ഇസ്തക്ബറു, അഹങ്കാരികളായ, മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ശുഐബ് അലൈഹി ഇസ്ലാമിന്റെ ജനതയിലെ അഹങ്കാരികളായ പ്രമാണിമാര് പ്രതികരിക്കാൻ. എന്താ അവരുടെ പ്രതികരണം? ലനുഖ്രിജന്നക, അഖ്റജ യുഖ്രിജു, പുറത്താക്കി. ലനുഖ്രിജന്ന, തീർച്ചയായും ഞങ്ങൾ പുറത്താക്കും, ക, നിന്നെ, യാ ശുഐബ്, ശുഐബെ നിന്നെ ഞങ്ങൾ പുറത്താക്കും. വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും, മഅക, നിന്നോടൊപ്പം വിശ്വസിച്ചവരെയും, മിൻ ഖറിയത്തിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും. ഔ, അല്ലെങ്കിൽ, ല, തീർച്ചയായും, തഊദു, ആദ യഊദു, മടങ്ങി, തഊദുന്ന, തീർച്ചയായും നിങ്ങൾ മടങ്ങണം, തിരിച്ചു വരണം, ഫി മില്ലത്തിന, ഞങ്ങളുടെ മതത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക്. ഖാല, അപ്പൊ ശുഐബ് അലൈഹി ഇസ്ലാം ഒരു ചോദ്യം ചോദിച്ചു. അവലൗ കുന്ന കാരിഹീൻ, അവലൗ കുന്ന, ആ ചോദ്യമാണ്. വലൗ, ആണെങ്കിലോ, കുന്ന, ഞങ്ങൾ, കാരിഹീൻ, അതിനെ വെറുക്കുന്നവരാണെങ്കിലോ എന്നാ ചോദിച്ചു. അവലൗ കുന്ന, ഞങ്ങൾ ആണെങ്കിലും തിരിച്ചു വരണമെന്നാണോ? കാരിഹീൻ, നിങ്ങളുടെ മതത്തെ, നിങ്ങളുടെ വിശ്വാസത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ഞങ്ങളെങ്കിലും ഞങ്ങൾ അതിലേക്ക് തിരിച്ചു വരണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ശുഐബ് അലൈഹിസ്സലാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും. പണ്ടൊക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ടാവും അല്ലെ? ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെയൊന്നും തോന്നൂല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു നിലപാട് വ്യാപിച്ചിരിക്കുന്നു. ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി, നേരത്തെ നമ്മൾ ഇതേ വാചകം പഠിച്ചിട്ടുണ്ട്. മല എന്ന് പറഞ്ഞാൽ മല, നിറഞ്ഞു നിന്നു എന്നാണ്. സമൂഹത്തിലെ പ്രമാണിമാരും സമ്പന്നരും അതുപോലെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, സെലിബ്രിറ്റികളൊക്കെ അല്ലേ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുക. അപ്പൊ ഇവിടെ മല, പ്രമാണിമാർ എന്നാണ് അർത്ഥം. അല്ലദീന ഇസ്തക്ബറു, അഹങ്കാരികളായ എന്നത് പ്രത്യേകം മനസ്സിലാക്കണം. മിൻ ഖൗമിഹി, തന്റെ ജനതയിലെ അഹങ്കാരികൾ പ്രതികരിക്കാൻ അവര് പത്രസമ്മേളനം വിളിച്ച് നിലപാട് വെളിപ്പെടുത്തുന്നു എന്ന് പറയാം അല്ലെ? ലനുഖ്രിജന്നക യാ ശുഐബ്, നിന്നെ ഞങ്ങൾ പുറത്താക്കും ശുഐബെ. വല്ലദീന ആമനു മഅക, നിന്നോടൊപ്പം വിശ്വസിച്ചവരെയും, മിൻ ഖറിയത്തിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും എന്നാ പറഞ്ഞത്. ഇത് അവരുടെ നാടാണോ? അങ്ങനെയാണ് പറയാ അല്ലെ? നമ്മുടെ നാടും നമ്മുടെ വാപ്പമാര് വിയർപ്പും രക്തവും നൽകിയിട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇന്നതൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, അട്ടിമറിക്കപ്പെടുകയാണ് ചരിത്രം. ഇത് ഞങ്ങളുടെ നാടാണ് എന്ന അവകാശവാദം ഉന്നയിക്കാൻ ചിലർ വരും. ഇവിടെയും അത് തന്നെ സംഭവിച്ചത്. മീൻ ഖറിയത്തിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിന്നെയും നിന്നിൽ വിശ്വസിച്ചവരെയും ഞങ്ങൾ പുറത്താക്കും. അപ്പൊ ഇഷ്ടമുള്ളത് വിശ്വസിക്കാൻ പാടില്ലേ? വിശ്വസിക്കാം, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അത് പറ്റൂല എന്ന് പറയാൻ, നിങ്ങളുടെ വിശ്വാസം ഭീകരതയാണ്, തീവ്രവാദമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ മീഡിയകളൊക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ എന്താണ്? ഔല തഊദുന്ന ഫീ മില്ലത്തിന, മില്ലത്ത്, ചര്യ, മാർഗം എന്നൊക്കെയാണ് മതം, വിശ്വാസം, നിലപാട് എന്നൊക്കെ പറയാം. അപ്പൊ ഞങ്ങളുടെ മതത്തിലേക്ക്, ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരണം. ഗർവാപ്പസി എന്നൊക്കെ പറഞ്ഞ് ചില പരിപാടികൾ നടത്തിയില്ലേ എന്ന പോലെ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരണം എന്ന് പറയുന്നത്. അപ്പൊ ശുഐബ് അലൈഹി ഇസ്ലാം പ്രതികരിക്കുന്നത് എന്തിനോടാണ്? നാട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞതിനോട് പ്രതികരിക്കുന്നേയില്ല.
നിങ്ങളുടെ കയ്യിലാണ് അധികാരം, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ചിലപ്പോൾ ഞങ്ങൾ അധികാരം ഉപയോഗിച്ച് പുറന്തള്ളിയേക്കും, ഞങ്ങൾ പടച്ചോൻ നിശ്ചയിച്ചാൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ. പക്ഷെ രണ്ടാമത്തെ കാര്യം ഉണ്ടല്ലോ, ലതഊദുന്ന ഫീ മില്ലത്തിന, ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞത്, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതിനെയാണ് ഷുഐബ് അലൈഹി സ്വലാം ചോദ്യം ചെയ്യുന്നത്, ഖാല അവലൗ കുന്ന കാരിഹീൻ, ഞങ്ങൾ നിങ്ങളുടെ വികല വിശ്വാസങ്ങളെ വെറുക്കുന്നവരാണെങ്കിലോ, ഞങ്ങൾ ശുദ്ധപ്രകൃതിയുള്ള ഏകദൈവത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്, നിങ്ങൾ ബഹുദൈവത്വത്തിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അകപ്പെട്ടവരാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ പഠിപ്പിച്ചത് എന്താണ്? മനുഷ്യനെ കൊള്ള ചെയ്യാനും കൊല ചെയ്യാനും അവന്റെ സമ്പത്ത് ചൂഷണം ചെയ്യാനും വഴിക്കൊള്ളക്കാരായി മാറാനും ഒക്കെയല്ലേ? അതിനാൽ അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഞങ്ങൾക്കത് വെറുക്കേണ്ടി വരും എന്ന് ഷുഐബ് അലൈഹി സ്വലാം പറയാൻ. എത്ര കൃത്യമാണല്ലേ നിലപാട്. നമുക്കും ഈ നിലപാടുണ്ടാവണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോഴേക്ക് നമ്മൾ ഈ മതത്തിൽ പെട്ടുപോയല്ലോ എന്ന് സങ്കടപ്പെടുകയല്ല വേണ്ടത്. നിലപാടുകളെ താരതമ്യം ചെയ്യണം. എന്തുകൊണ്ടാണ് ഇസ്ലാം വേറിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് മറ്റുള്ളതിനോട് ചേർന്ന് നിൽക്കാത്തത്? കൃത്യമായ കാരണങ്ങളുണ്ട്. അതിന്റെ വിശ്വാസ വിശുദ്ധിയും അത് മുന്നോട്ട് വെക്കുന്ന വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക നിലപാടുകളും അത് മുന്നോട്ട് വെക്കുന്ന ഉന്നതമായ സംസ്കാരവും മൂല്യങ്ങളും അതൊക്കെയാണ് നമ്മെ മറ്റ് ചിന്താഗതികളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അവലൗ കുന്ന കാരിഹീൻ, ഞങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിലോ എന്ന് ചോദിക്കാനുള്ള ആർജവമാണ് ഷുഐബ് അലൈഹിസ്സലാം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതേപോലെ ആദർശധീരരായിട്ട് മാറാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകന്മാരുടെ ചരിത്രം ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമ്മുടെ കാലത്തോട് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്നോ നടന്ന എന്തൊക്കെയോ കഥകൾ എന്നേ തോന്നുള്ളൂ. ഇപ്പൊ നമുക്കിത് കഥകളായിട്ട് തോന്നുന്നില്ല. ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ ഈ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ എന്നോ നടന്ന എന്തോ സംഭവിച്ച ഒരു കാര്യം എന്നേ തോന്നുള്ളൂ. നമുക്ക് അത്ഭുതമൊക്കെ തോന്നുന്നത് ഇവരിങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കും അങ്ങനെ തോന്നുന്നില്ലല്ലോ. കാരണം നമ്മുടെ വർത്തമാന കാലം തന്നെയാണ് ഇപ്പൊ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൗരത്വ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഏക സിവിൽ കോഡ് അല്ലെ, പൗരത്വ പ്രശ്നമാണ്. ശരിക്കും അവര് ഷുഐബ് അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് ലനുഖ്രിജന്നക്, നിന്നെ ഞങ്ങൾ പൗരത്വം നിഷേധിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞു അല്ലെ. മറ്റൊരു വാദം ഏക സിവിൽ കോഡാണ്. അതാണ് ഔല തഊദുന്ന ഫീ മില്ലത്തിന, എല്ലാവർക്കും ഒറ്റ സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുഖ്യധാരയുടെ ഭാഗമായിട്ട് ചേർന്ന് നിൽക്കണം. നിങ്ങൾ എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്ന ചോദ്യം. അവലൗ കുന്ന കാരിഹീൻ, ഞങ്ങൾക്കത് സമ്മതമല്ലെങ്കിലോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിന്റെ കരുത്ത് എത്രയാണെന്നറിയാം. അത് നമ്മളും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, അങ്ങനെ നിന്റെ ദീനിന്റെ വാഹകരായി മാറുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, പരീക്ഷണങ്ങൾ നിറഞ്ഞ ഈ കാലത്ത് സത്യത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാവിധ പരീക്ഷണങ്ങളെയും ഈമാൻ കൊണ്ട് തരണം ചെയ്യാനുള്ള കരുത്ത് നൽകണേ നാഥ. പടച്ചവനെ, ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ഇറാനും ഇസ്രയേലും തമ്മിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. പടച്ചവനെ, ലോകത്ത് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ നാഥ. സത്യം സത്യമായി പുലരുന്ന, നീതി സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയുന്ന ഒരു നാളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. നമ്മുടെ ക്ലാസ്സിലെ സജീവ പഠിതാവായ BA പരീദ് സാഹിബ് എടപ്പള്ളി, അദ്ദേഹത്തിന്റെ ഉമ്മ നബീസ ഉമ്മ കഴിഞ്ഞ ആഴ്ചയിൽ അള്ളാഹുലേക്ക് യാത്രയായി. അള്ളാഹുവെ, ആ ഉമ്മയ്ക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. 102 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് ഒരുപാട് നന്മകൾ ചെയ്ത് നല്ല സന്താനങ്ങളെ, കുടുംബത്തിനും സമൂഹത്തിനും ഗുണം നൽകുന്ന ഉന്നതരായ സന്താനങ്ങളെ സംഭാവന ചെയ്തൊരു ഉമ്മയാണ്. അല്ലാഹുവേ, ആ ഉമ്മയ്ക്ക് സ്വർഗത്തിൽ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കണേ റബ്ബെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.